Okay, let's go to another video class. In this session, we are discussing about Arab Empire. Do you know about Arab Empire? Have you heard Saudi Arabia? It is one of the country belong to Arab Empire. Look, the Arab Empire includes the region Iraq, Iran, and Saudi Arabia. Do you know about the history of Prophet Muhammad? Prophet Muhammad, the Prophet of Islam, was the head of the Arab state. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നമ്മൾ എടുക്കുന്ന ഭാഗം അറബ് എംപയറിനെ കുറിച്ചാണ്. അറബ് എംപയറിൽ അറബ് സാമ്രാജ്യത്തിൽ ഉൾക്കൊള്ളുന്ന ഭാഗം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇറാഖ്, ഇറാന്, സൗദി അറേബ്യ പോലുള്ള പ്രദേശങ്ങളാണ് അറബ് എംപയറിൽ ഉൾക്കൊള്ളുന്നത്. പ്രവാചകൻ മുഹമ്മദ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് ആയിരുന്നതിന്റെ ഈ ഒരു അറബ് എംപയറിന്റെ സ്ഥാപക അല്ലെങ്കിൽ അതിന്റെ ഹെഡ്, അതിന്റെ തലവൻ Prophet Muhammad. After death of Prophet Muhammad, the empire led by Abu Bakr, Usman, Ali and Umar, നാല് പ്രധാനപ്പെട്ട ഖലീഫമാരായിരുന്നു പ്രവാചകന് ശേഷം അറബ് എംപയറിനെ നയിച്ചിരുന്നത്. After caliphate, then the Arab Empire ruled by Umayyad dynasty and then Abbasid dynasty. അപ്പോൾ പ്രവാചകൻ മുഹമ്മദിന്റെ മരണത്തോടു കൂടി അറബ് എംപയറിനെ പിന്നെ ഖലീഫമാരാണ് ഭരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഖലീഫമാരുടെ പേര് നിങ്ങൾക്കറിയാം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ആ കാലഘട്ടത്തിന്റെ തലസ്ഥാനം നിങ്ങൾക്കറിയാം. ആദ്യം പ്രവാചകൻ ഈ ഒരു അറബ് എംപയറിനെ നയിച്ചിരുന്നത് മക്കയിൽ നിന്നാണ്. മക്ക അവിടുന്ന് പാരായണം ചെയ്തു മദീനയിലേക്ക്. അപ്പം ഓരോ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റലാണെന്ന് മക്ക, രണ്ടാമത്തെ മദീനയാണ്. എന്നാൽ പ്രവാചകന് ശേഷം ഖലീഫമാരുടെ ഭരണം ഇതേപോലെ തന്നെ മദീനയായിരുന്നു സെന്റർ ഓഫ് എംപയർ അല്ലെങ്കിൽ ക്യാപിറ്റൽ. അതിനുശേഷം ഡമസ്കസ് അഥവാ ഉമയ്യദ് ഡൈനാസ്റ്റി ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് ഡമസ്കസ് ആയിരുന്നു. അഥവാ സിറിയ ആയിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഏരിയ, റീജിയൻ. സിറിയയിലെ ഡമസ്കസിലായിരുന്നു ഭരണ നേതൃത്വം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഉമയ്യദ് ഡൈനാസ്റ്റിക്ക് ശേഷം അവിടെ വന്ന് അബ്ബാസിഡ് ഖലീഫമാരാണ്, അല്ലെങ്കിൽ അബ്ബാസി ഭരണ കാലഘട്ടമാണ്. അബ്ബാസിഡ് ഭരണ കാലഘട്ടത്തിന് നേതൃത്വം കൊടുത്ത പ്രദേശം അത് ബാഗ്ദാദ് ആയിരുന്നു. ബാഗ്ദാദ് ഇറാഖിനെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇറാഖ് രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അപ്പം പ്രധാനമായിട്ടും നിങ്ങൾ ഓർക്കേണ്ട ഈ ഒരു സ്ഥലങ്ങളും പേഴ്സണാലിറ്റീസിനെയും ഓർക്കണം. അതിൽ പ്രധാനപ്പെട്ട ഖലീഫമാരുടെ പേര് അബൂബക്കർ, ഉസ്മാൻ, ഉമർ, അലി. ഇവരുടെ തലസ്ഥാനം മദീനയായിരുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദിന്റെയും തലസ്ഥാനം മദീനയായിരുന്നു. ആദ്യം മക്കയിലായിരുന്നെങ്കിൽ പോലും പിന്നെ പലായനം ചെയ്ത് പിന്നെ ജീവിതവും രാഷ്ട്രീയമായിട്ടുള്ള നേതൃത്വവും മദീനയിലായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ഖലീഫമാരും ഉമയ്യദ് ഖിലാഫത്ത്
അതിന് നേതൃത്വം കൊടുത്തിരുന്നത് നേരത്തെ പറഞ്ഞ ഡമസ്കസ് ആയിരുന്നു, സിറിയയിലെ പ്രദേശമായിട്ടുള്ള തലസ്ഥാന നഗരിയായിട്ടുള്ള. അതേപോലെ തന്നെ അബ്ബാസിദ് ഖലീഫ ഭരണം അത് ബഗ്ദാദിലായിരുന്നു, അത് ഇറാഖിന്റെ തലസ്ഥാനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നത് അബ്ബാസിദ് എംപയറിനെ കുറിച്ചാണ്. The famous ruler of Abbasid dynasty. We are discussing especially about the Abbasid empire. The famous ruler of Abbasid dynasty. That was Harun al-Rashid. അപ്പോൾ ഹാറൂൻ റഷീദിന്റെ കാലഘട്ടത്തിൽ, ഇസ്ലാമിക ഭരണകാലഘട്ടത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട റിഫോംസ് അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. What are the major administrative reforms undertaken by Harun al-Rashid? It is also a golden age of Arab Empire. അറേബ്യൻ ഭരണകാലഘട്ടത്തെ ഒരു സുവർണ കാലമാണിത്. He implemented different reforms, administration. The first one is he established hospitals and educational institutions. വിദ്യാഭ്യാസപരമായിട്ടുള്ള ധാരാളം പരിഷ്കാരങ്ങൾ, ഹോസ്പിറ്റലുകൾ, ധാരാളം ആശുപത്രികൾ അദ്ദേഹം നിർമ്മിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പരിഷ്കാരമാണ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ഇസ്ലാം. ഇസ്ലാമിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം നീതിന്യായമായിട്ടുള്ള നയങ്ങൾ, അതല്ലെങ്കിൽ ഭരണ സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ, അത് ഇസ്ലാമികമായിട്ടുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. Judicial administration based on Islam, also one of the great reforms of Abbasid Caliphate, the Harun al-Rashid. Then the rules of law strictly observed under his empire. അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കാരം കൊണ്ടുവന്നത് റൂൾസ് ഓഫ് ദി ലോ ആണ്. നിയമവാഴ്ച അദ്ദേഹം നടപ്പിലാക്കി. He implemented rules of law. എന്താണ് റൂൾസ് ഓഫ് ലോ? ഭരണം, അഡ്മിനിസ്ട്രേഷൻ ഈസ് ബേസ്ഡ് ഓൺ റൂൾസ് ഓർ ലോസ്, ലെജിസ്ലേഷൻ. ഹി ഫോർമുലേറ്റഡ് സ്പെഷ്യൽ ലെജിസ്ലേഷൻ ഫോർ അറബ് എംപയർ. വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെ റൂൾസ് ഓഫ് ലോ വളരെ കൃത്യമായി സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെ കുറ്റവാളി, every guilt will be punished by the empire. കുറ്റവാളിയെ പിടിക്കുകയും അവർക്ക് കൃത്യമായുള്ള പെനാൽറ്റി അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ innocent should be escaped. innocent എന്നാൽ നിരപരാധികളെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഒരേ സമയത്ത് കുറ്റവാളികളെ കൃത്യമായി കണ്ടെത്തി അവർക്ക് ശിക്ഷ നടപ്പിലാക്കുകയും നിരപരാധികളെ അവരെ കുറ്റവിമുക്തമാക്കുന്ന രീതിയിലുള്ള റൂൾസ് ഓഫ് ലോ. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണം, അത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ലീഡ് ചെയ്യുന്ന ഭരണത്തെയാണ് റൂൾസ് ഓഫ് ലോ. ദെൻ മറ്റൊരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രത്യേകത the social security or safety measures. He implemented different safety measures undertaken by the ruler. കൃത്യമായിട്ട് സ്ത്രീകൾക്കടക്കം കുട്ടികൾക്കടക്കം ഒരു സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹികമായുള്ള സുരക്ഷിതത്വം. ഏത് ചെറിയ കുട്ടിക്ക് പോലും അർദ്ധരാത്രി വരെ സ്ട്രീറ്റിൽ കൂടെ, തെരുവിൽ കൂടെ നടക്കാനുള്ള നിർഭയത്വം അത് നൽകിയത് ഹാറൂൻ റഷീദിന്റെ കാലഘട്ടത്തായിരുന്നു.
സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവന്നു, സോഷ്യൽ സെക്യൂരിറ്റിയുടെ സാമൂഹ്യമായ സുരക്ഷ, ആർക്കും ഒരാളെയും പേടിക്കാതെ എവിടെയും ഏത് സമയവും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് എംപയർ, Ottoman Empire, the Ottoman Empire. Ottoman is coming from Ottoman, Usman. The rivalry originated from Usman, Ottoman, Ottoman Empire. അപ്പോൾ അതിൻ്റെ ഒരു പരിണാമമാണ് ആ വേർഡ് വന്നത്. ഈ ഓട്ടോമൻ എന്നത് ഉസ്മാനായിരുന്നു ഇതിൻ്റെ ഫൗണ്ടർ. അപ്പം വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453, നിങ്ങൾക്കൊക്കെ അറിയാം റോമിന്റെ തകർച്ച, അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിനെ പിടിച്ചടക്കിയതാണ്, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതാണ് ഈ ഒരു പ്രദേശം ഇവരുടെ കയ്യിലാകാനുള്ള കാരണം. ബൈ ദ തുർക്കിഷ് ലീഡർ മുഹമ്മദ് സെക്കൻഡ് ആയിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ച തുർക്കിയുടെ. അങ്ങനെയാണ് ഇവിടെ ഒരു തുർക്കിഷ് എംപയർ, ഒട്ടോമൻ എംപയർ ഈസ് റിലേറ്റഡ് വിത്ത് തുർക്കിഷ് എംപയർ. അപ്പൊ തുർക്കിഷ് ലീഡർ മുഹമ്മദ് സെക്കൻഡ്, the Ottoman Empire was strengthened. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആണ് ഭരണം രൂപപ്പെട്ടത്. Ottoman reached its zenith during the time of Suleiman. എന്നാൽ ഒട്ടോമൻ എംപയർ സ്ഥാപിതമായത് നേരത്തെ പറഞ്ഞ ഉത്തുമാനാണെങ്കിലും അതിനെ കീഴടക്കിയത്, അതിനെ സ്ട്രെങ്തൻ ചെയ്തത് മുഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നെങ്കിൽ അതിൽ ഏറ്റവും ജനിത്തായുള്ള അവസ്ഥ സുലൈമാന്റെ കാലഘട്ടത്തിൽ. അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭരണാധികാരികളും തുർക്കിയെ നേതൃരംഗത്തേക്ക് എത്തിച്ചു എന്നർത്ഥം. ഇദ്ദേഹം പല സംഭാവനകളും നടത്തി. സുലൈമാൻ എന്ന ആൾ, ഹി വാസ് കോൾഡ് അൽ ഖാനൂനി. അദ്ദേഹത്തിന്റെ പേര് തന്നെ അൽ ഖാനൂനി. ഖാനൂനി എന്ന് വെച്ചിട്ട് നിയമദാതാവ്, അൽ ഖാനൂനി, the lawgiver. He also formulated the new laws or codified the Ottoman law. നിലവിലുള്ള ലോയെ പരിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹം പുതിയതായിട്ടുള്ള നിയമം നടപ്പിലാക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ദ ലോഗിവർ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുലൈമാന്റെ മറ്റൊരു പരിഷ്കാരമാണ് ഹി എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം. ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ, രാജ്യത്തിന്റെ എല്ലാ കാര്യവും കൃത്യമായി ക്രോഡീകരിച്ച് നടപ്പിലാക്കുക, അതെല്ലാ മേഖലയിലും എത്തിക്കുക എന്നുള്ളതാണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹത്തിന്റെ ഒരു പരിഷ്കാരമാണ്. He established a centralized administration in the empire. During this period, many regions of Europe became the part of Ottoman Empire. ഈ ഒരു കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ സുലൈമാന്റെ കാലഘട്ടത്തിൽ ധാരാളം യൂറോപ്യൻ കൺട്രീസുകൾ ഒട്ടോമൻ എംപയർ അല്ലെങ്കിൽ തുർക്കിഷ് എംപയറിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി ഒട്ടോമൻ എംപയർ പൂർണ്ണമായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ തകർന്ന് പോവുകയാണ്. The Ottoman Empire disintegrated after the second. Okay, next important empire from this chapter, that is the Mongol Empire. Mongolia. Do you hear about Mongolia? Mongolia is the region between Russia and China. ചൈനയുടെയും റഷ്യയുടെയും ഇടയിലുള്ള പ്രധാനപ്പെട്ട മേജറായിട്ടുള്ള ഒരു ഏരിയയാണ് മംഗോളിയ. ഇറ്റ് ഈസ് ആൾസോ സിറ്റുവേറ്റിംഗ് ഇൻ സെൻട്രൽ ഏഷ്യ. ഏഷ്യയുടെ ഏകദേശം മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്.
This region also characterized by vast meadows, desert and mountain. ഈ ഒരു ഏരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുൽമേട് നിറഞ്ഞ ഭാഗമാണ്. അതേപോലെ തന്നെ പശ്ചിമ പരന്ന് കിടക്കുന്ന മെഡോസുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വസ്റ്റ് മെഡോസ് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ, ഹരിതാഭമായിട്ടുള്ള മേഖലകൾ. അതേപോലെ തന്നെ ഡെസേർട്ട്, മരുഭൂമികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മൗണ്ടെയിൻസ്, പർവ്വതങ്ങളാൽ നിറയപ്പെട്ട സ്ഥലമാണ്. What is the climate situation of Mongolia? Under Mongolia, the climate situation is extremely hot in summer and cold in winter. വിന്റർ കാലഘട്ടം അതിശക്തമായിട്ടുള്ള തണുപ്പും സമ്മർ കാലഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള ചൂടുമാണ് ഇതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പ്രത്യേകത. And the special feature of the Mongolians are the nomads. They were nomads. They didn't live a settled life. ഒരു സെറ്റിൽ ആയിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സെറ്റിലായിട്ടുള്ള ജീവിതം അവർ ക്രമീകരിച്ചിരുന്നില്ല എന്നർത്ഥം. മംഗോൾസ് നൊമാൻസ്, അവർ ടെന്റിൽ ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് മാറി മാറി താമസിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ ഒരു ലീഡർ അവിടെ വരുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ who unified the Mongolians and founded Mongolian Empire. അപ്പം ഈ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന വിഭാഗത്തെ ഒരുമിച്ച് കൂട്ടി അവരെ കൃത്യമായിട്ടുള്ള ഒരു ലീഡർഷിപ്പിൽ കൂടെ കൊണ്ടുവന്ന പ്രമുഖമായിട്ടുള്ള ഒരു ഭരണാധികാരി, ഒരു എംപററാണ് ആര്? ചെങ്കിസ് ഖാൻ. He unified the Mongolian Empire and founded the Mongolia Empire. അങ്ങനെ അദ്ദേഹം ലീഡ് ചെയ്ത് ഒരു പുതിയ ഭരണകൂടമാക്കി മാറ്റി. The chief characteristics of the Mongolian army, or he led the Genghis Khan, he led a unified military system for Mongolian army. It was strong cavalry. അപ്പം ചെങ്കിസ് ഖാൻ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ കവാലറിയാണ്, കാലാൾപ്പട. അദ്ദേഹത്തിന്റെ സുസജ്ജമായിട്ടുള്ള സൈന്യമാണ് അദ്ദേഹത്തെ ഓർക്കപ്പെടുന്നത്. അതേപോലെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റിഫോംസ് അദ്ദേഹം കൊണ്ടുവന്നത്, ചെങ്കിസ് ഖാൻ വാസ് ഓൾസോ മെയിൻറ്റെയിൻ വെൽ എക്സ്പെനേജ് സിസ്റ്റം. ഒരു നല്ല ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള എക്സ്പെനേജ് ചാര സംഘടന പ്രവർത്തിച്ചു. അതിർ രാജ്യങ്ങളെ കുറിച്ചും രാജ്യത്തിന്റെ ഉള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ കണ്ടറിയാൻ വേണ്ടി നല്ലൊരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കാരമാണ് മംഗോളിയൻ ഇൻട്രൊഡ്യൂസ് പോസ്റ്റൽ സിസ്റ്റം. ഇറ്റ് ഈസ് ആൾസോ എസ്പെഷ്യലി യൂസ് ദ ഹോഴ്സസ്. കുതിരകളെ പ്രത്യേകമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള കുതിരകളെ പെട്ടെന്ന് കത്തുകൾ കൈമാറാൻ, പോസ്റ്റൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തപാൽ സമ്പ്രദായം. അപ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ കൈമാറാൻ വേണ്ടി പ്രത്യേക കുതിരകളെ സജ്ജരായിക്കൊണ്ടുള്ള പുതിയ ഒരു പോസ്റ്റൽ സമ്പ്രദായം അദ്ദേഹം നടപ്പിലാക്കി. അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊന്നാണ് പോസ്റ്റൽ സമ്പ്രദായത്തിന്റെ വേറൊരു വേരിയൻസ് ആണ് കൊറിയർ സിസ്റ്റം. തപാൽ സമ്പ്രദായത്തോടൊപ്പം തന്നെ അതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊറിയർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചെങ്കിസ് ഖാൻ. It was also speedy and effective. വളരെ സ്പീഡ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കത്തുകളും മെസ്സേജുകളും ഒക്കെ എത്തിക്കാനുള്ള സംവിധാനം കൊറിയർ സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്നു. അതേപോലെ തന്നെ കൊറിയർ സിസ്റ്റം, പോസ്റ്റൽ സിസ്റ്റത്തിന്റെ മറ്റൊരു വേരിയേഷനാണ് കൊറിയർ സിസ്റ്റം. പിന്നെ നേരത്തെ പറഞ്ഞ നല്ല എസ്പിനേജ് സിസ്റ്റം, ഒരു നല്ല ചാര
സംഘടനയെ കൊണ്ടുവന്നു. അതേപോലെ തന്നെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ആർമിയെ കൊണ്ടു. ഇനി ഒരു വൈവിധ്യമായിട്ടുള്ള പരിഷ്കാരം മംഗോളിയന്മാരുടെ ഇടയിൽ നടപ്പിലാക്കിയ പ്രമുഖ ഭരണാധികാരിയാണ് ചെങ്കിസ്.